ദീനിയായ ഇൽമിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം ഹദീസുകൾ വാരിദായിരുന്നു. ഇമാം ബുഖാരി അലൈഹി റഹ്മ കിതാബുൽ ഇൽമിൽ ബാബു ഫദ്ലുൽ ഇൽമ് എന്ന അധ്യായം 2 പ്രാവശ്യം കൊണ്ടുവരുന്നു. ഒന്നാം കിതാബുൽ ഇൽം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാബു ഫദ്ലുൽ ഇൽം. ഇതേ കിതാബുൽ ഇൽമിൽ തന്നെ 24ാമത്തെ ബാബ് നോക്കിയാൽ അത് ബാബു ഫദ്ലുൽ ഇൽം. എന്തുകൊണ്ടാണ് ഇമാം ബുഖാരി അലൈഹി റഹ്മ ഇത്രയും വലിയ ഒരു അൽ ജാമിഉ സഹീഹുൽ മുസ്നദിന്റെ ഗ്രന്ഥകർത്താവ് ഒരു അധ്യായത്തിന് ഒരു ബാബിന് 2 പ്രാവശ്യം കൊണ്ടുവന്നത്? അതിൽ ആദ്യത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ ഇമാം ബുഖാരി അലൈഹി റഹ്മ 2 ആയത്തുകൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഞാൻ മുഖദ്ദിമയിൽ ഓതിയ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇതിൽ ഇൽമിന്റെ അഹ്ലുകാരുടെ ആലിമീങ്ങളുടെ മഹത്വമാണ് വിവരിക്കുന്നത്. രണ്ടാമത്തെ ആയത്ത് റബ്ബി സിദ്നി ഇൽമ. ഏ മുഹമ്മദേ താങ്കൾ പറ, റബ്ബി സിദ്നി ഇൽമ, എന്റെ രക്ഷിതാവേ ഇൽമിനെ നീ എനിക്ക് അധികരിപ്പിച്ചു തരണം. ഈ ആയത്തിൽ ഇൽമിന്റെ മഹത്വമാണ് വർണ്ണിക്കുന്നത്. ഇമാം ബുഖാരി അലൈഹി റഹ്മ ആദ്യത്തെ ബാബു ഫദ്ലുൽ ഇൽമിന്റെ കീഴിൽ ഹദീസുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ 2 ആയത്ത് കൊണ്ട് മാത്രം മതിയാക്കിയത്? മുഹദ്ദിസീങ്ങൾ അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇമാം ബുഖാരി അലൈഹി റഹ്മയുടെ ശർത്തൊത്ത ഹദീസുകളൊന്നും കിട്ടിയില്ല. ഇൽമിന്റെ ഫളീലത്തിനെ കുറിച്ച് ഇമാം ബുഖാരി അലൈഹി റഹ്മയുടെ ശർത്തൊത്ത ഹദീസുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഇമാം ബുഖാരി അലൈഹി റഹ്മ ഹദീസുകളൊന്നും കൊണ്ടുവന്നില്ല. 2, മറ്റു ചില മുഹദ്ദിസീങ്ങൾ പറയുന്നത് ഇത് തശ്ഹീദുൽ അദ്ഹാൻ, ബുഖാരി ശരീഫ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ മസ്തിഷ്കം ഒന്ന് ഉരസി ആ മസ്തിഷ്കത്തിൽ ഒരു ശരിയായ ചിന്താശക്തി ഉണ്ടാക്കാൻ വേണ്ടി ഇമാം ബുഖാരി അലൈഹി റഹ്മ അങ്ങനെ തന്നെ വിട്ടുകളഞ്ഞതാണ്. നിങ്ങൾ ബുഖാരി ശരീഫ് പഠിക്കുന്നവരാണെങ്കിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ധാരാളം സനദ് മത്ന് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. റാവിമാരുടെ ജർഹും തഅദീലും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഞാൻ ധാരാളം ഹദീസുകൾ കൊണ്ടുവരുന്നതിനെ അവലംബിച്ച ഷർത്തോടുകൂടി ഹദീസുകൾ നിങ്ങൾക്ക് തന്നെ കിട്ടും, നിങ്ങളത് എഴുതി ചേർക്കും. മൂന്നാമത് ഒരു ചില മുഹദ്ദിസീങ്ങൾ പറയുന്നു ഇമാം ബുഖാരി അലൈഹി റഹ്മ ബാബു ഫദ്ലുൽ ഇൽമിൽ 2 ആയത്ത് മാത്രം എഴുതി ഹദീസുകൾ എഴുതാത്തത്, ഹദീസുകൾ എഴുതി കഴിഞ്ഞാൽ ഒരു ഹദീസ് അല്ലെങ്കിൽ 2 ഹദീസ് അല്ലെങ്കിൽ 5 ഹദീസ് അല്ലെങ്കിൽ 10 ഹദീസ് എഴുതാൻ പറ്റും ഒരു ബാബിന്റെ കീഴിൽ. എന്നാൽ ഈ ബാബു ഫദ്ലുൽ ഇൽമ്, ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് 10 ഹദീസ് എഴുതി കഴിഞ്ഞാൽ അത് പരിധിയും പരിമിതിയും ഉള്ളതായിരിക്കും. ഇൽമിന്റെ ഫളീലത്തിന് മഹത്വത്തിന് പരിധിയും പരിമിതിയുമില്ല. അത്രയും കൂടുതലായ ഹദീസുകൾ ഇൽമിന്റെ ഫളീലത്തിന്റെ വിഷയത്തിൽ വാരിദായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അലൈഹി റഹ്മ ബാബു ഫദ്ലുൽ ഇൽമിൽ 2 ആയത്തുകൾ എഴുതിയിട്ട് ഹദീസുകൾ എഴുതാതെ അങ്ങനെ തന്നെ വിട്ടുകളഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഇമാം ബുഖാരി അലൈഹി റഹ്മ ഇത്രയും വലിയ സമർത്ഥനായിട്ടും അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ ബാബു ഫദ്ലുൽ ഇൽമ് 2 വട്ടം കൊണ്ടുവന്നു? അതിനെക്കുറിച്ച് മുഹദ്ദിസീങ്ങൾ ധാരാളം ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഒരു ചില മുഹദ്ദിസീങ്ങൾ പറയുന്നു ആദ്യത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ ഇമാം ബുഖാരി അലൈഹി റഹ്മ ഉലമാക്കളുടെ അഹ്ലുൽ ഇൽമിന്റെ മഹത്വം വിശദീകരിക്കാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ ഇമാം ബുഖാരി അലൈഹി റഹ്മ ഇൽമിന്റെ മഹത്വത്തെ വിശദീകരിക്കാൻ ആഗ്രഹിച്ചു. കിതാബുൽ ഇൽമിൽ ചെറിയ കുട്ടികൾ മുമ്പിൽ ഇരുന്നാലും കുഴപ്പമില്ല. ലിയലിനി ഉലുൽ അഹ്ലാമി വന്നുഹായ, നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്ന ഹദീസാണ്. വിവിധങ്ങൾ തങ്ങളുടെ അടുക്കൽ തന്നെ ഇരുത്തിയിരുന്നത് ബുദ്ധിയും വിവേകവും കാര്യശേഷിയൊക്കെ ഉള്ള ആൾക്കാരെ. ചെറിയ കുട്ടികൾ മുമ്പിൽ നിന്ന് അവരെന്തെയും ഉറങ്ങിപ്പോകും.
അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ സാധിക്കും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മതവിന് മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റി അള്ളാഹു കബൂലാക്കട്ടെ. രണ്ടാമത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കൊണ്ടുവരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എൻ്റെ കയ്യിൽ കോപ്പയുണ്ട്. ആ കോപ്പകളിലുള്ള പാല് ഞാൻ കുടിക്കുകയാണ്. എത്രത്തോളം കുടിച്ചു, എൻ്റെ വിരൽ പുച്ഛങ്ങളുടെ ഇടയിൽ വരെയും ആ പാലിൻ്റെ നനവ് അനുഭവപ്പെട്ടു. അത്രയും കൂടുതൽ പാല് ഞാൻ ആ കോപ്പയിൽ നിന്ന് കുടിച്ചു. അതിൽ നിന്ന് മിച്ചമായതിനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് നൽകി. ഫമാ അവൽതഹു യാ റസൂലല്ലാഹ്. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇതിന്റെ തഅ്വീൽ വ്യാഖ്യാനം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇൽമാണ് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ ഹദീസ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാബു ആവർത്തിച്ചത്? ഒരു ചിലർ പറയുന്നു, ആദ്യത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ അഹ്ലുൽ ഇൽമിന്റെ മഹത്വം വിശദീകരിക്കുന്നു. രണ്ടാമത്തെ ബാബു ഫദ്ലുൽ ഇൽമിൽ ഇൽമിന്റെ മഹത്വം വിശദീകരിക്കുന്നു. ഇങ്ങനെ ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരു ചെറിയ പോയിന്റ് കൊണ്ട് അതിനെ വിശദീകരിക്കുന്നു. പിന്നീട് അതിനെ തഫ്സീലിയായിട്ട് ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. ആദ്യത്തെ ബാബു ഫദ്ലുൽ ഇൽമിന്റെ ഫദ്ല് കൊണ്ടുള്ള ഉദ്ദേശം ഫദീലത്താണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുന്നു. രണ്ടാമത്തെ ബാബു ഫദ്ലുൽ ഇൽമിന്റെ ഫദ്ല് കൊണ്ടുള്ള ഉദ്ദേശം ഫദ്ല് എന്നതാണ്. ഉംദ എന്നതിനെതിരായ ഫദ്ല്, അതായത് സിയാദ, കൂടുതൽ മിച്ചമായത് എന്നാണ് അതിന്റെ അർത്ഥം. ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് ലോക ചരിത്രത്തിൽ തന്നെ ബുഖാരി ശരീഫിനെ കുറിച്ച് ശരിയായ പാണ്ഡിത്യമുള്ള ധാരാളം പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും വലിയ അവഗാഹം ഉണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഇമാം ബുഖാരി അലൈഹി റഹ്മയുടെ അൽ ജാമിഉ സഹീഹിൽ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, അദ്ദേഹം സഹീഹായ ഹദീസുകളാണ് ആ കിതാബിൽ ജംഇ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇമാം ബുഖാരി അലൈഹി റഹ്മയുടെ തർജിമത്തുൽ ബാബാണ്. ഇമാം ബുഖാരി അലൈഹി റഹ്മ ബാബ് കൊണ്ടുവരും, അതിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഹദീസ് ബാഹ്യമായ നോട്ടത്തിൽ ബന്ധം ഉണ്ടാകുകയില്ല. ബാബുൻ കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹീനെ കുറിച്ച് വിശദീകരിക്കുന്ന ആദ്യം കൊണ്ടുവരുന്ന ഹദീസ് ആണെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തിന്റെ ഹദീസാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ബാബും ഹദീസുമായി തത്ബീഖ് ചെയ്തുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ നല്ല വിശദീകരണം നൽകിയിട്ടുണ്ട്. മുസ്തഖിലായ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയ മഹാനാണ് ഷാ വലിയുല്ലാഹി ദഹലവി റഹിമഹുല്ലാഹ്. നിങ്ങളുടെ കയ്യിലുള്ള ബുഖാരിയുടെ നുസ്ഖ ഏതാണെന്ന് അറിയില്ല. ധാരാളം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള നുസ്ഖകളിൽ തുടക്കത്തിൽ ഷാ വലിയുല്ലാഹി ദഹലവി റഹിമഹുല്ലാഹ് എഴുതിയ മുഖദ്ദിമ ചുരുക്കമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സമ്പൂർണമായി ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചത് ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ്. ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് എഴുതിയ ഒരു ഗ്രന്ഥമാണ് അൽ അബ്വാബു തറാജിം ലി സഹീഹിൽ ബുഖാരി. 7 വാള്യമുള്ള ആ ഗ്രന്ഥം. അത് വായിച്ചു കഴിഞ്ഞാൽ ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് ശരിയായ നിലയിൽ ബുഖാരി ശരീഫ് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തോടെയും എല്ലാ സത്തയോടെയും പൊരുളോടെയും മനസ്സിലാക്കിയെടുത്ത മഹാനാണ് എന്ന് ബോധ്യപ്പെട്ടു. ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇവിടെ രണ്ടാമത് ഫദ്ല് എന്നാ പറഞ്ഞത്. ഫദ്ല് എന്നത് മസ്ദറാണ്. മസ്ദറിന് ഫായിലിന്റെ അർത്ഥമുണ്ട്. ഫായിലിന്റെ അർത്ഥത്തിലാണ് എങ്കിൽ ഇൽമ് എത്രത്തോളം നിങ്ങൾ കരസ്ഥമാക്കണം, എത്ര കൂടുതലാണ് എങ്കിലും അത് കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കണം. ഇനി മസ്ദറിന് മഫ്ഊലിന്റെ അർത്ഥമാണ് എങ്കിൽ
നിങ്ങൾക്ക് ആവശ്യമായ ഇൽമ് നിങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യണം. ബാക്കി ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതല്ലാത്ത ദീനിയായ ഇൽമുകളുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആൾക്കാരിലേക്കും എത്തിച്ചു കൊടുക്കണം, സപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ കച്ചവടക്കാരനല്ല, കച്ചവടത്തിനെ കുറിച്ചുള്ള ശരീഅത്തിന്റെ ഇൽമു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് കച്ചവടക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ ഒരുപക്ഷെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിക്കൊള്ളണമെന്നില്ല. സിയാസത്തിന്റെയും ഹുക്കൂമത്തിന്റെയും കീഴിൽ ജോലിയെടുക്കുന്നവരുടെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ കൈക്കൂലി വാങ്ങാൻ വേണ്ടി പാടില്ല. അവരുടെ ജോലിയിൽ അനാസ്ഥ കാണിക്കാൻ പാടില്ല. ആരും കാണുന്നില്ല എങ്കിലും പഠിച്ചവനുമായി നമ്മളൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട ശരീഅത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. മനസ്സിലായോ മക്കളെ? ഇപ്പൊ ഞാനിത് പറഞ്ഞത് ബാബു ഫദ്ലിൽ ഇൽമി, ഇൽമിന്റെ മഹത്വത്തിന് ഒരു പരിധിയും പരിമിതിയും ഇല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വവും സ്ഥാനവും ദീൻ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിനാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ഗുണമാണ് തലബ്, ആഗ്രഹം, തേട്ടം. ഒരാള് ദീൻ പഠിക്കാൻ വേണ്ടി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ വെമ്പൽ കൊണ്ടു കഴിഞ്ഞാലും ദീനിന്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. ഹദീസ് മാത്രം പഠിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചു, മരിക്കുന്നത് വരെ പഠിച്ചാലും തീരൂല. അതുകൊണ്ടാണ് നമ്മളിലേക്ക് ദീൻ വന്ന മഹാന്മാര് അവര് പഠിച്ചു കഴിഞ്ഞിട്ടും കിതാബ് മുത്താല അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി. മൗലാന അൻവർ ഷാ കശ്മീരി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹിന്റെ ഫത്ഹുൽ ബാരി എന്ന കിതാബ് 18 പ്രാവശ്യം മുത്താല ചെയ്തു തീർത്തു. എത്ര പ്രാവശ്യം? ഓർമ്മശക്തിയുടെ വലിയ പ്രതീകമാണ്. എന്നിട്ട് കൂടി ഫത്ഹുൽ ബാരി 18 പ്രാവശ്യം മുത്താല ചെയ്തു. ധാരാളം സ്ഥലങ്ങളിൽ മൗലാന അൻവർ ഷാ കശ്മീരി റഹിമഹുല്ലാഹ് ഹദീസുകൾ വിശദീകരിക്കുന്നു. തിർമിദി ശരീഫിന്റെ അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ശറഹുണ്ട്, അറിയോ? എന്താ പേര്? അത് വായിച്ചു നോക്കി അറിയാൻ പറ്റും. അദ്ദേഹം ധാരാളം ഹദീസുകൾ തആറുദാകുമ്പോൾ തത്ബീഖ് ചെയ്യാൻ വേണ്ടി ഉസൂലിന്റെ കിതാബുകളിൽ, ഖവായിദിന്റെ കിതാബുകളിൽ ഇല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ധാരാളം ഹദീസുകളുടെ തത്ബീഖിന് വേണ്ടി അദ്ദേഹം ഈ ഒരു ഖാഇദയെ അവലംബിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഖാഇദ വെച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ തത്ബീഖ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുത്താല വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാമ ദഹബി റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, സിയറു അലാമുൻ നുബല. അതിൽ അദ്ദേഹം ബഖിയുദ്ദീൻ ഇബ്നു മുഖല്ലദ് എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു ആലിമിന്റെ ചരിത്രം എഴുതുന്നു. 18 വയസ്സായപ്പോൾ അദ്ദേഹം ആലിമായി. അദ്ദേഹം ചിന്തിച്ചില്ല, ഞാൻ ആലിമായി ഇനി എന്ത് ചെയ്യണം, ജനങ്ങളെല്ലാവരും എന്നെ പൊക്കിക്കൊണ്ട് നടക്കണം, എന്നെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നല്ല ചിന്തിച്ചത്. ഇൽമ കൂടുതൽ എവിടെ നിന്ന് കരസ്ഥമാക്കാം, ഹദീസ് എവിടെ നിന്ന് പഠിക്കാം, തഫ്സീർ എവിടെ നിന്ന് പഠിക്കാം, ഫിഖ് എവിടെ നിന്ന് പഠിക്കാം, കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള വ്യക്തികളെ, പണ്ഡിതന്മാരെ അന്വേഷിച്ചു. അറിയാൻ കഴിഞ്ഞു ബാഗ്ദാദിൽ വലിയ ഒരു മുഹദ്ദിസും ഫഖീഹും ജീവിച്ചിരിപ്പുണ്ട്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. ഫഖീഹുദ്ദീൻ ഇബ്നു മുഖല്ലദ് ബാഗ്ദാദിലേക്ക് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് സൗകര്യങ്ങൾ കുറവാണ്. കപ്പലിൽ അദ്ദേഹം സ്പെയിനിൽ നിന്ന് ബാഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ യാത്രയുടെ ഇടയിലുണ്ടായ അനുഭവങ്ങൾ ജീവൻ തന്നെ അവസാനിച്ചു പോകുന്ന ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. മാസങ്ങൾ യാത്ര ചെയ്ത് സ്പെയിനിൽ നിന്ന് അദ്ദേഹം ബാഗ്ദാദിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് വീട്ടു തടങ്കലിലാണ്. അദ്ദേഹത്തിനോട് ആർക്കും സംസാരിക്കാൻ അനുവാദമില്ല, അദ്ദേഹത്തിനും ആരോടും സംസാരിക്കാൻ അനുവാദമില്ല. മുസ്ലിം ഭരണകൂടമാണ് അദ്ദേഹത്തിന് വീട്ടു തടങ്കലിലാക്കിയിരിക്കുന്നത്. ബഖിയുദ്ദീൻ ഇബ്നു മുഖല്ലദ് ബാഗ്ദാദിന്റെ ടൗണിൽ പോയി താമസിക്കാൻ വേണ്ടി ഒരു റൂം വാടകയ്ക്ക് എടുത്തു. റൂമിൽ നിന്ന് 5 നേരം നമസ്കരിക്കാൻ വേണ്ടി വലിയ ജാമാ മസ്ജിദിൽ പോയി. അവിടെ നോക്കുമ്പോൾ ഹദീസിന്റെ വലിയ ഒരു ദർസ് നടക്കുകയാണ്. മുത്തഅല്ലിമീങ്ങൾ ധാരാളം പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഒരാൾ ഹദീസ് പഠിപ്പിക്കുകയാണ്. മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചു, ഈ ഉസ്താദിന്റെ പേരെന്താണ്? മുത്തഅല്ലിമീങ്ങൾ പറഞ്ഞു, ഇത് യഹ്യ ബിൻ മഈൻ എന്ന് പറയുന്ന മുഹദ്ദിസ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി ഹദീസിന്റെ സബക്കിൽ പങ്കെടുത്തു.
ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദും ഹദീസിന്റെ സബഖിൽ പങ്കെടുത്തു. ഹദീസിന്റെ സബഖ് കഴിഞ്ഞ് ചോദ്യോത്തര വേദിയായി. ആ സമയത്ത് ആരാ ചോദിക്കുന്നത്? ആദ്യം എഴുന്നേറ്റത് ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ്. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് ചോദിക്കുകയുണ്ടായി, ഹിശാം ബിൻ അമ്മാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? റാവിമാരെ കുറിച്ചാണ് ചോദിക്കുന്നത്. യഹ്യ ബിൻ മഈൻ പറയുകയുണ്ടായി, അദ്ദേഹം സിഖത്തായ റാവിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പലരും മുത്തക്കബ്ബിറാണ്, അഹങ്കാരിയാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാലും ഹുവ സിഖത്തുൻ, അദ്ദേഹം സിഖത്തായ റാവിയാണ്. വീണ്ടും ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് ചോദിച്ചു, ഇമാം എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കണം. രണ്ടാമതൊരു ചോദ്യം ചോദിക്കാൻ അനുവാദമില്ല, കാരണം ഇത്രയും മുത്തഅല്ലിമീങ്ങൾക്ക് ചോദിക്കണം. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് പറഞ്ഞു, ഞാൻ സ്പെയിനിൽ നിന്ന് വന്നതാണ്, ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അനുവദിക്കണം. എനിക്ക് ഈ ദറസിന്റെ സിസ്റ്റം അറിയത്തില്ലായിരുന്നു, ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അനുവദിച്ചു. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് ചോദിച്ചു, ഇമാം അഹമ്മദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? യഹ്യ ഇബ്നു മഈൻ നിശബ്ദനായി. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പോയിട്ട് വരും. കുറേ നേരം നിശബ്ദനായി. സദസ്സെല്ലാം ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ്. അവസാന നിശബ്ദത ഉപേക്ഷിച്ചുകൊണ്ട് യഹ്യ ഇബ്നു മഈൻ പറഞ്ഞു, ഇമാം അഹമ്മദ് ഇമാമുൽ മുസ്ലിമീൻ, ഇമാം അഹമ്മദ് മുസ്ലിമീങ്ങളുടെ ഇമാമാകാൻ യോഗ്യതയുള്ള വലിയ മുഹഖ്ഖിഖായ പണ്ഡിതനാണ്. അത് കേട്ടപ്പോൾ വീണ്ടും ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദിന്റെ ഹൃദയത്തിൽ ആഗ്രഹമായി. ദർസ് കഴിഞ്ഞ് മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചു, എവിടെയാ ഇമാം അഹമ്മദ് താമസിക്കുന്നത്? മുത്തഅല്ലിമീങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കാണിച്ചത്. മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരായ മുത്തഅല്ലിമീങ്ങൾ, ഞങ്ങളെപ്പോഴും ചെറിയ മുത്തഅല്ലിമീങ്ങളല്ല. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് ആലിമീങ്ങളായി തഅസ്സുസ് എന്ന് പറയത്തില്ലേ, ഓരോ ഉസ്താദന്മാരുടെ തഅസ്സുസ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരോട് ചോദിച്ചു, ഇമാം അഹമ്മദ് എവിടെയാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അറിയിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലായി പോകും. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് ഒരു മുത്തഅല്ലിമിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ വീടൊന്ന് പറഞ്ഞു തരണം, നമുക്ക് രണ്ടുപേർക്കും കൂടെ സഞ്ചരിക്കാം. നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുക്കൽ എത്തപ്പോന്ന് ഇശാറ ചെയ്താൽ മതി, പിറ്റേ ദിവസം ഞാൻ വന്ന് അദ്ദേഹത്തിനെ കണ്ടോളാം. അങ്ങനെ അദ്ദേഹവും ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദുമായി നടന്നു. ഇമാം അഹമ്മദിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം സൂചന നൽകി. രണ്ടുപേരും മടങ്ങിപ്പോയി. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് രാത്രിയെല്ലാം വാടകയ്ക്കെടുത്ത റൂമിൽ ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെ ഇമാം അഹമ്മദിന്റെ അടുക്കൽ കടന്നുകൂടുന്നത്. അവസാനം ചിന്തിച്ച് ആലോചിച്ച് ഒരു സൂത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. ഒരു യാചകനായി അഭിനയിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു. സുബഹി കഴിഞ്ഞ് ഇശ്റാഖിന്റെ സമയം കഴിഞ്ഞ് ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് നടന്ന് ഇമാം അഹമ്മദിന്റെ വീട്ടിന്റെ അടുക്കൽ എത്തിയപ്പോൾ അജ്റുക്കും അലല്ലാഹ് എന്ന് യാചകന്മാർ പറഞ്ഞിരുന്നു. അജ്റുക്കും അലല്ലാഹ്, അജ്റുക്കും അലല്ലാഹ്, നിങ്ങൾക്ക് അള്ളാന്റെ കൂലി കിട്ടാൻ വേണ്ടി പോയാണ്. എന്തെങ്കിലും തന്നു കഴിഞ്ഞാല് ഇമാം അഹമ്മദ് ചിന്തിച്ചു, ഏതോ വലിയ ആവശ്യക്കാരൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് ദിർഹമുകളും എടുത്തുകൊണ്ട് വെളിയിലേക്ക് വന്നു. ഒരു പാത്രവും കയ്യിലുണ്ട്. ആ പാത്രത്തിൽ ദിർഹം വെച്ചു കൊടുത്തപ്പോ ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് പറഞ്ഞു, നിങ്ങളുടെ ദിർഹമിനെ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ വന്നത്, നിങ്ങളിൽ നിന്നുള്ള ഇൽമ ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. ഇമാം അഹമ്മദ് പറഞ്ഞു, നിങ്ങൾ ഉള്ളിലായി പോകും, ഞാൻ ഉള്ളിലായി പോകും. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് പറഞ്ഞു, ഞാനൊരു യാചകനായി നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വരാം. ആരെങ്കിലും വരുന്നു എങ്കിൽ ഈ ഭിക്ഷാടനത്തിന്റെ പാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും, നിങ്ങളൊരു ദിർഹം ഇതിൽ വെച്ച് തന്നാൽ മതി. വരുന്നവർ ചിന്തിക്കും, യാചനയ്ക്ക് വേണ്ടി വന്നു, ദിർഹം വാങ്ങി മടങ്ങിപ്പോയി എന്നൊരു പ്രതീതി സൃഷ്ടിക്കണം. ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ പഠിച്ച ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇമാം അഹ്മദ് അംഗീകരിച്ചു. ഇങ്ങനെ അജ്റുക്കും അലല്ലാഹ്, അജ്റുക്കും അലല്ലാഹ്, അജ്റുക്കും അലല്ലാഹ് ഇത് പറഞ്ഞുകൊണ്ട് ഒരു വർഷം യാചകനായി അഭിനയിച്ചുകൊണ്ട് ഇമാം അഹമ്മദിൽ നിന്ന് ഹദീസ് പഠിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹുക്കൂമത്തിൽ നിന്ന് തീരുമാനമായി ഇമാം അഹമ്മദിനെ വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കും. അദ്ദേഹം ജാമാ മസ്ജിദിൽ വരേണ്ടുന്ന താമസം, അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് പഠിക്കാൻ, ഫിഖ് പഠിക്കാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി. ബഖിയദ്ദീൻ ഇബ്നു മുഖല്ലദ് പിന്നിൽ നിൽക്കുകയാണ്. ഇമാം അഹമ്മദ് അദ്ദേഹത്തിനെ മുന്നിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ താലിബുൻ സഹീഹ്, ഇതാണ് ശരിയായ ആഗ്രഹമുള്ള വിദ്യാർത്ഥി. ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഗുണമാണ് തലബ്. നമ്മളിലേക്ക് ദീൻ വന്ന ഏത് ആലിമീങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും അവരുടെ ഹൃദയത്തിൽ ഇൽമിനോട് വല്ലാത്ത ആഗ്രഹം, വല്ലാത്ത താല്പര്യമായി. അഥവാ ഹൃദയത്തിൽ തലബില്ല എങ്കിൽ ഉസ്താദ് കാണപ്പം കിതാബ് നോക്കും, ഉസ്താദ് മാറപ്പം എന്തെങ്കിലും വേറെന്തെങ്കിലും ജോലിയിലായിരിക്കും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മസ്ജിദുൻ നബവിയിൽ ഹദീസിന്റെ ദർസ് നടത്തുമായിരുന്നു.
200 മുത്തഅല്ലിമീങ്ങൾ വൈദേശികരായി എപ്പോഴും മസ്ജിദ് നബവിയിൽ ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം ഹദീസിന്റെ ദർസെടുക്കാൻ വേണ്ടി ഇമാം മാലിക് റഹിമഹുല്ലാഹ് മസ്ജിദ് നബവിയിൽ നോക്കും, മുത്തഅല്ലിമീങ്ങളൊന്നും കാണാനില്ല. ഒരു മുത്തഅല്ലിം മാത്രമുണ്ട്, നേരത്തെ പറഞ്ഞ സ്പെയിൻകാരൻ. സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈറ്റിലവും മുസ്ലിമീങ്ങളുടെ ഈറ്റിലവുമായ രാജ്യമായിരുന്നു. ധാരാളം മുഫസ്സിരീങ്ങൾ, ധാരാളം മുഹദ്ദിസീങ്ങൾ, ധാരാളം ഫുഖഹാക്കൾ, ഇൽമിന്റെ വലിയ വലിയ കേന്ദ്രങ്ങളായിരുന്നു സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്പെയിനിൽ നിന്നുള്ള യഹ്യ ഉന്തുലുസി എന്ന് പറയുന്ന ഒരു മുത്തഅല്ലിം മാത്രമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് യഹ്യ ഉന്തുലുസിയെ കണ്ടപ്പോൾ ചോദിച്ചു, മുത്തഅല്ലിമീങ്ങൾ എവിടെ പോയി? യഹ്യ ഉന്തുലുസി എന്ന മുത്തഅല്ലിം പറഞ്ഞു, ആരോ പറഞ്ഞു ആന വരുന്നു, എല്ലാവരും ആനയെ കാണാൻ വേണ്ടി പോയതാണ്. ഇമാം മാലിക് ചോദിച്ചു, മോനെ നീ ആനയെ കാണാൻ എന്താ പോവാത്തത്? അത് ഞാൻ സ്പെയിനിൽ നിന്ന് ഉന്തുലുസിൽ നിന്ന് ഇത്രയും സാഹസപ്പെട്ട് മദീന വരെ എത്തിയത് ആനയെ കാണാനല്ല, നിങ്ങളിൽ നിന്ന് ഇൽമുൽ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ സമയത്ത് പറയുകയുണ്ടായി, അന്ത അഖലുൽ ഉന്തുലുസി, നിങ്ങൾ ഉന്തുലുസിലെ ഏറ്റവും വലിയ സമർത്ഥനാണ്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വന്ന മുത്തഅല്ലിം ശരിയായ കാര്യങ്ങൾ പഠിക്കണം. പ്രാരംഭ കാലഘട്ടത്തിലുള്ള നഹ്വ്, സർഫ്, ലുഗത്ത് ഇതൊന്നും തിരിഞ്ഞില്ല എങ്കിൽ പിന്നീട് എങ്ങനെ പഠനം പൂർത്തിയാക്കി ആലിം സർട്ടിഫിക്കറ്റ് വാങ്ങാം എന്നുള്ള ചിന്തയിലായിരുന്നു. അഥവാ ഒരു 2 വർഷം 3 വർഷം കൊണ്ട് നഹ്വ്, സർഫ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇൽമിലേക്ക് ഇൽമിലേക്ക് ആഴം ചേർന്ന് ഇറങ്ങാൻ വലിയ താല്പര്യമായി. കാരണം മുത്താലഅ ചെയ്യാനുള്ള അടിസ്ഥാനം നമുക്ക് കിട്ടിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും, വീണ്ടും പഠിക്കും. നമ്മൾ തക്മില ചെയ്യും, തഹസ്സുസ് ചെയ്യും, ഇഫ്താ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ മുത്താലഅ ഒരു വലിയ ഘടകമാക്കി കൊണ്ടുവരണം. ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹിന്റെ അടുക്കൽ മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് റഹിമഹുല്ലാഹ്, മൗലാന ഇൻആമുൽ ഹസൻ അസ്റജി ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹോദരിയുടെ മകനാണ്. രണ്ടുപേരെയും ഇൽമു പഠിക്കാൻ വേണ്ടി സഹാറൻപൂരിലേക്ക് അയച്ചു. ശൈഖുൽ ഹദീസിന് ഒരു കത്ത് എഴുതുകയുണ്ടായി, ഞാൻ എൻ്റെ മകൻ യൂസുഫിനെയും എൻ്റെ സഹോദരിയുടെ മകൻ ഇൻആമിനെയും നിങ്ങളുടെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി അയക്കുകയാണ്. അതുകൊണ്ട് നല്ല നിലയിൽ അവരെ ഇൽമു പഠിപ്പിക്കണം. പ്രാരംഭത്തിലുള്ള നഹ്വ്, സർഫ്, ലുഗത്ത് ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ കുറവ് ആലിമായി കഴിഞ്ഞാലും എത്രയായി കഴിഞ്ഞാലും എന്നും നിഴലിച്ചു നിൽക്കും. അതുകൊണ്ട് പ്രാരംഭത്തിലുള്ള അടിസ്ഥാന കിതാബുകൾ ശരിയായി അവരെ പഠിപ്പിക്കും. ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് നല്ല നിലയിൽ രണ്ടുപേരെയും ആലിമീങ്ങളാണ്. മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പുസ്തക പുഴുവായിരുന്നു. ദൗറത്തുൽ ഹദീസ് തുടങ്ങുന്നത് മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹിയുടെ കാലത്താണ്. മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂദാവൂദ് ശരീഫ് പഠിപ്പിക്കുമായിരുന്നു, തഹാവി ശരീഫ് പഠിപ്പിക്കുമായിരുന്നു. തഹാവി ശരീഫിന് മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ശറഹുണ്ട്. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴം കാണുമെങ്കിൽ ആ ശറഹ് വായിച്ചു നോക്കിയാൽ. മൗലാന ഇൻആമുൽ ഹസൻ അസ്റജി അവിടെ ദൗറത്തുൽ ഹദീസ് തുടങ്ങിയപ്പോൾ ബുഖാരി ശരീഫിന്റെ ഉസ്താദായിരുന്നു. എങ്ങനെ ബുഖാരി ശരീഫിന്റെ ഉസ്താദാകുന്നത്? അസ്റജി ആയതുകൊണ്ട് പിടിച്ചങ്ങ് ഏൽപ്പിച്ചതാണ്. നമ്മുടെ കുടുംബക്കാരനായതുകൊണ്ട്, അതുകൊണ്ട് ശൈഖുൽ ഹദീസ് ആയിട്ട് ഒരു പേരിന് വേണ്ടി ആളെ ഇരിക്കുന്നതാണ് അല്ല. ഒരു ആലിമ്, നേവാത്തിലുണ്ടായിരുന്ന ഒരു ആലിമിന് ബുഖാരി ശരീഫിന്റെ ഒരു ഹദീസിനെ കുറിച്ച് സംശയമായി. അദ്ദേഹം ദാറുൽ ഉലൂമിൽ പോയി, സഹാറൻപൂർ മദാഹിബുൽ ഉലൂമിൽ പോയി. അവിടുത്തെ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചെങ്കിലും ആ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയുള്ള ഒരു മറുപടി കിട്ടി. മേവാത്തികളല്ലേ, ഹക്കീം മേവാത്തി എന്ന് പറയുന്ന ഒരു ദീന്റെ പരിശ്രമം ചെയ്യുന്ന ആള് പറഞ്ഞു, അരേ ഭായ് ഹസ്രജി കി പാസ് ജാവോ, ഉൻസെ സവാൽ കറോ, ജവാബ് മിൽ ജായേഗാ. മേവാത്തികൾക്കാകെ അറിയുന്ന ഒരു ഹസ്രജി നിസാമുദ്ദീൻ മർക്കസിനെ അവർക്കറിയാം. അപ്പൊ ഈ ആലിമിന് ഇത് എന്താണെങ്കിലും മേവാത്തി പറഞ്ഞതാണ് എങ്കിൽ ഒന്ന് പോയി നോക്കണം. കാരണം തബ്ലീഗിനെ കുറിച്ച് പൊതുവേ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ കുറെ അജുവപ്പുകളായ ഉസ്താദന്മാരെ ഇതിലുള്ളത്. ഒന്നും അറിഞ്ഞുകൂടാത്ത കുറെ ഉസ്താദന്മാർ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ ആകാശം ഭൂമി ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ കറക്കി കുത്തി പറഞ്ഞ് സമയം വെറുതെ പാഴാക്കി ഇങ്ങനെ മസ്തിഷ്കം തിന്നുന്ന കുറെ ഉസ്താദന്മാരാണ് ഇതുകൊണ്ട് നടക്കുന്നതാന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ അദ്ദേഹം മനസ്സിലായി. അങ്ങനെ എന്താണെങ്കിലും മേവാത്തി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു നിസാമുദ്ദീൻ മർക്കസിൽ വന്നു. ദുഹർ കഴിഞ്ഞ് ഹസ്രജി മൗലാന ഇൻആമുൽ ഹസൻ സാഹിബ് റഹിമഹുല്ലാഹ് മുത്താലഅ ചെയ്യുന്ന സമയം ഈ ആലിമാണ് എങ്കിൽ ഹസ്രജിയുടെ അടുക്കൽ ചെന്ന്, ഹസ്രജിയുടെ അടുക്കൽ ഞാനിങ്ങനെ ഒരു ഹദീസിനെ കുറിച്ചുള്ള സംശയവുമായി വന്നതാണ്. ഹസ്രജി ചോദിച്ചു, ഏത് കിതാബിലുള്ള ഹദീസ്? അത് ബുഖാരി ശരീഫിലുള്ള ഹദീസ്. ഹസ്രജി ആദ്യം തന്നെ പറഞ്ഞു, വലാ ഫഖ്റ, ഞാൻ പ്രൗഢി നടിക്കുന്നതല്ല,
ലോകത്ത് ധാരാളം ദാറുൽ ഉലൂമുകൾ, ഇദാറകളുണ്ട്. അവിടെയൊക്കെ ബുഖാരി പഠിപ്പിക്കുന്ന ധാരാളം ശൈഖുൽ ഹദീസുമാരുണ്ട്. എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ ബുഖാരി ശരീഫിൽ അല്ലാഹു എനിക്ക് നൽകിയ കഴിവും നൈപുണ്യവും ലോകത്താർക്കും നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ആ ഹദീസിനെ കുറിച്ച് അദ്ദേഹം സനദൻ മതനൻ തഫ്സീലിയായി വിശദീകരിച്ചു കൊടുത്തു. ആലിമ് പറയണത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു കുളിർമയും ആനന്ദമുണ്ട്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഈ അസ്റജി എന്ന് പറയുന്ന സംഗതി ചുമ്മാ അസ്റജി അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആലിമ് കൂടിയാണ്. ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഹസ്രജി മൗലാന ഇനാമുൽ ഹസൻ സയ്യിദ്, അദ്ദേഹത്തിന്റെ ശിഷ്യനായ മൗലാന യൂനുസ് ജൂൺപൂരി, അദ്ദേഹത്തിന്റെ ശിഷ്യനായ മൗലാന ഇൽഹാറുൽ ഹസൻ ഹസ്രജി റഹിമഹുല്ലാഹ്, മൗലാന ഇനാമുൽ ഹസൻ ഹസ്രജിയോട് പല സവാലുകൾ, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാണ് നബി തങ്ങൾക്ക് മറദുൽ മൗത്ത് തുടങ്ങുന്നത്? മൗലാന ഇനാമുൽ ഹസൻ ഹസ്രജി വെറുതെ എഴുതുകയല്ല, തബഖാത്ത് ഇബ്നു സഅദിലുണ്ട്, മൈമൂനാന്റെ വീട്ടിൽ വെച്ച് ആ രോഗം തുടങ്ങും. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ. ശൈഖുൽ ഹദീസിന്റെ ഒരു ചോദ്യമാണ്, അന്നിക്കാഹു മിൻ സുന്നത്തി വമൻ റദിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഇതിങ്ങനെ നിക്കാഹിന്റെ ഖുതുബയിൽ ഉസ്താദന്മാർ ഓതുന്നുണ്ടല്ലോ, ഈ രണ്ട് ഹദീസ് ഒരുമിച്ച് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനാമുൽ ഹസൻ ഹസ്രജിയോട് ചോദിക്കുന്നു. ഇനാമുൽ ഹസൻ ഹസ്രജി മറുപടി എഴുതുകയുണ്ടായി, ഈ രണ്ട് ഹദീസിന്റെ കസറകൾ ഒരുമിച്ച് സിഹായിന്റെ കിതാബുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ തൽബീസെ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, അത് ഹദീസിന്റെ വിഷയത്തിൽ അംഗീകരിക്കപ്പെടേണ്ടുന്ന കിതാബല്ല. ആ കിതാബ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അന്നിക്കാഹു മിൻ സുന്നത്തി വമൻ റദിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എന്നിട്ട് ഹസ്രജി പറയുകയുണ്ടായി, ഞാൻ നിക്കാഹിന്റെ ഖുതുബ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഓതുന്നത്, അന്നിക്കാഹു മിൻ സുന്നത്തി വഖാൽ വമൻ റദിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എന്താ അർത്ഥം? അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. വഖാൽ, നബി തങ്ങൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു, വമൻ റദിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. വേറൊരു ഹദീസിന്റെ കഷണമാണ്. അപ്പൊ ഈ രൂപത്തിൽ ഹസ്രജി മൗലാന ഇനാമുൽ ഹസൻ ഹസ്രജിയോട് ശൈഖുൽ ഹദീസ്, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര വലിയ ഇൽമിന്റെ പ്രതീകമായിരിക്കും. നമ്മളിലേക്ക് ദഅവത്തിന്റെ ഈ പരിശ്രമം വന്ന എല്ലാ മഹാന്മാരും, മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അദ്ദേഹം വലിയൊരു പ്രഭാഷകൻ. അദ്ദേഹത്തിന് അങ്ങനെ കിതാബ് തിരികത്തില്ല. അദ്ദേഹം സൗദി അറേബ്യയിൽ പോയി. അവിടെ ചെന്നപ്പോൾ നിസ്കാരത്തിന്റെ സമയമൊക്കെ തെറ്റാണ്. ഓഖാഫിന്റെ ഉലമാക്കൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയങ്ങളിൽ തെറ്റാണ്. ഇത് എങ്ങനെ നിങ്ങൾ തെറ്റെന്ന് പറയുന്നത്? നിസ്കാരത്തിന്റെ സമയം എടുക്കുന്ന ഒരു വിഷയം പണ്ടൊക്കെ പഠിപ്പിക്കരുത്. ക്ലാസ് പുസ്തകം നമുക്ക് അറിയാം. ഇതെന്നാണ് ഉഖ്റുദീസ, ഒരു കിതാബ് പഠിപ്പിക്കരുത്. ഇപ്പൊ അതൊന്നും ഇല്ല. നിസ്കാരത്തിന്റെ സമയം വെറുതെ പഠിപ്പിക്കുന്നതല്ല. നിസ്കാരത്തിന്റെ സമയം എന്ത് ചെയ്യണം? എഴുതി തയ്യാറാക്കണം, ചാർട്ട് ഉണ്ടാക്കണം. അങ്ങനെ മൗലാന ഉമർ സാഹിബ് പാലപ്പൂര് റഹിമഹുല്ലാഹ് എന്ത് ചെയ്ത് കണക്ക് സഹിതം ഗണിതം എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഔഖാഫിന്റെ ഉലമാക്കൾ പറഞ്ഞ് നിങ്ങളൊരു നിസ്കാരത്തിന്റെ സമയം ഉണ്ടാക്കി. മൗലാന ഉമർ സാഹിബ് പാലപ്പൂര് റഹിമഹുല്ലാഹ് നിസ്കാരത്തിന്റെ സമയം ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് സൗദി ഗവൺമെന്റ് അത് അംഗീകരിക്കും. അപ്പൊ അതുകൊണ്ട് ദഅവത്തിന്റെ ഈ പരിശ്രമം കേൾക്കുമ്പോൾ ഇൽമില്ലാത്ത കുറേ പേര് ചെയ്യേണ്ട പരിശ്രമമല്ല. കാരണം ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല മുദല്ലലായ കാര്യങ്ങൾ ആ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കേണ്ടുന്നത്. ഏറ്റവും നല്ല ഇൽമ് നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും. ഞങ്ങൾ ദാറുൽ ദൈവത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ പരിശ്രമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അവർക്ക് എപ്പോഴും റാങ്ക് ലിസ്റ്റ് പരീക്ഷയിൽ വരും. മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹയാണ് തബ്ലീഗിന്റെ ഈ പരിശ്രമം ആദ്യമായി മുത്തഅല്ലിമീങ്ങളുടെ ഇടയിൽ ദാറുൽ ദൈവത്തിൽ തുടങ്ങുന്നത്. മൗലാന ബോംബെയിലെ ഒരു പള്ളിയിലെ ഇമാമായിരുന്നു. ഫാരിഗ് തഹ്സീലായതിനു ശേഷം അത് കഴിഞ്ഞ് ഒരാൾ തസ്കീൽ ചെയ്ത് 4 മാസം ജമാഅത്തിൽ പോയി. റമദാനിലെ മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഇഅ്തികാഫിന് ഹസ്രജി പറഞ്ഞു, നിങ്ങൾ ദാറുൽ ദൈവത്തിൽ പോകണം, അവിടെ പോയിട്ട് ദൗറത്തുൽ ഹദീസ് 1 വർഷം പഠിക്കണം. അങ്ങനെ എന്ത് ചെയ്തു? മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ് 4 മാസം കഴിഞ്ഞ് ദൗറത്തുൽ ഹദീസിന് പോയി. ദൗറത്തുൽ ഹദീസ് പഠിക്കാൻ ചെന്നപ്പോൾ തബ്ലീഗ് ചെയ്ത് ശീലമുണ്ട്. ഒഴിവ് സമയത്ത് മുലാഖാത്ത് തുടങ്ങി. അങ്ങനെയായി ഇപ്പൊ ഈ 10 കൊണ്ടെന്ന മുലാഖാത്ത് അന്ന് തുടങ്ങിയത്. മുത്തഅല്ലിമീങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മാരെ പേട്ടോ ദഅവത്ത് ഫറാവോ, നമ്മളെ വയറിനങ്ങൾ തബ്ലീഗ് കൊണ്ട് നിറയ്ക്കരുത്, വേറെ വല്ല പണിക്കൊക്കെ പഠിക്കണം, കിതാബ് നോക്കണം.
മൗലാന ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ 10 മിനിറ്റ് കൈലൂലയുടെ സമയത്ത് മുലാഖാത്ത് ചെയ്യുമായി. ചഷ്മായിയുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴും മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ് ദൗറത്തുൽ ഹദീസിൽ ഫസ്റ്റ് റാങ്ക്. അവിടെ ദൗറത്തുൽ ഹദീസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞ ഒരു ചരിത്രമാണ്. ഇപ്പൊ മുത്താലിമികൾ ഒന്ന് ചോദിക്കും, നിങ്ങളിങ്ങനെ തബ്ലീഗുമായിട്ട് നടക്കുന്ന ഞങ്ങൾ കണ്ടത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും മാർക്ക് കിട്ടിയത്? മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനെ സഹായിച്ച അല്ലാഹ് നിങ്ങളെ സഹായിക്കും. കുറെ പേര് മുലാഖാത്തിന് കൂടി. അവസാനത്തെ പരീക്ഷയും മൗലാന റാങ്ക് ലിസ്റ്റിലായി. അങ്ങനെ തബ്ലീഗിന്റെ ഈ പരിശ്രമം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ദാറുലും ദൈവത്തിലും മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സമ്മേളനത്തിന് പോയി. ഹിജാസ് മുഖദ്ദസിൽ 1 വർഷം ജമാഅത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന്റെ ഈ മേഖലയിൽ വലിയ തൗഫീഖിന്റെ വാതിലുകൾ തുറന്നു. നമ്മൾ ശരിയായ ഇൽമോടുകൂടി ദഅവത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇൽമിയായി എന്തെല്ലാം സവാലുകൾ, ചോദ്യങ്ങളുണ്ടോ, ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ നിന്ന് കൊടുന്തനെ മറുപടി നൽകും. മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ് ഒരിക്കൽ ന്യൂയോർക്കിൽ പോയി. അവിടെ ചെന്നപ്പോൾ കുറെ ചിന്തകന്മാരും മൗലാന അടുക്കൽ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? അതിൽപ്പെട്ട ഒരു കാര്യം ഖുർആനെ കുറിച്ചാണ്. നിങ്ങൾ ഖുർആനെ കുറിച്ച് അവസാന വേദഗ്രന്ഥം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഖുർആനിന്റെ നുസൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി കുതിരകളെയും ഒട്ടകങ്ങളെയും ഉപയോഗിച്ചിരുന്ന സന്ദർഭമാണ്. ജനങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വാളും കുന്തവും ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാലം. എന്നാണ് എങ്കിൽ മനുഷ്യൻ യുദ്ധം ചെയ്യാൻ വേണ്ടി ആറ്റമിക് പവറുള്ള ബോംബ് ഉപയോഗിക്കുന്ന കാലമാണ്. യാത്ര ചെയ്യാൻ വേണ്ടി അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന വിമാനങ്ങളെയും റോക്കറ്റുകളെയും ഉപയോഗിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഈ ആധുനിക കാലത്തിന് വേണ്ടുന്ന കാര്യങ്ങളുമായി വേറൊരു ഗ്രന്ഥം അവതരിക്കണ്ടേ? നമ്മളെന്ത് പറഞ്ഞോണ്ട് പറയുന്നത്? മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ് ഈ ലോജിക്കിന്റെ ആൾക്കാർ, യുക്തിയുടെ ആൾക്കാർക്ക് നമ്മൾ ആയത്ത് ഹദീസ് ഓതിയാൽ മനസ്സിലാവില്ല. ഏറ്റവും വലിയ യുക്തി ആർക്കാ, ബുദ്ധി ആർക്കാണെന്ന് കാരണം വഹി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ മേലെയാണ്. ഈ വഹി ഉൾക്കൊണ്ടുള്ള ചെറിയ ബുദ്ധി, ചെറിയ യുക്തിയൊന്നും പോലെ നല്ല ബുദ്ധി വേണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ യുക്തി കൊണ്ട് വഹിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഇരുന്ന ഈ യുക്തിവാദിയായി കാക്കുമാറാകട്ടെ. വഹി കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ യുക്തിയെയും ബുദ്ധിയെയും നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് അറിവ് കിട്ടും, പിന്നെ ഈ യുക്തിവാദിയാവും. സ്വന്തമായിട്ട് ഓരോന്നിങ്ങനെ പറയുന്നത് കട്ടില് ഒരുപാട് ഇനിമുള്ള ആൾക്കാർ എന്തൊക്കെയോ പൊട്ടത്തര ഇങ്ങനെ വിളിച്ച് പറയുന്നു. അതിനുള്ള കാരണം ഇതാണ്. മൗലാന ഉമർ സാഹിബ് പാൽപൂരി റഹിമഹുല്ലാഹ് അതിൽപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 37 വയസ്സായിരുന്നു. മൗലാന ചോദിച്ച്, നിങ്ങളൊരു 100 വർഷം കൂടി ജീവിച്ച് നിങ്ങൾക്ക് ഈ ഷർട്ട് തന്നെ മതിയാകുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ അളവിൽ ഈ ഷർട്ട് മതിയാകും. എന്തുകൊണ്ടാണ്? ഇനി എനിക്ക് പൊക്കം കൂടൂല, എനിക്കിനി കൂടുതൽ തടിയൊന്നും വെക്കത്തില്ല, കാരണം എന്റെ തടി വെക്കേണ്ടുന്ന പ്രായം കഴിഞ്ഞു പോയി. മൗലാന പറഞ്ഞ്, നിങ്ങൾ ജനിച്ചപ്പം നിങ്ങളുടെ മാതാവ് നിങ്ങൾക്കൊരു കുട്ടി ഉടുപ്പ് നിങ്ങൾ ധരിപ്പിച്ചു. നിങ്ങൾ ഒരിക്കലും ഇന്ന് ആക്ഷേപിക്കത്തില്ല, ഉമ്മ അന്ന് ചെയ്ത് ശരിയല്ല, ഇത്രയും വലിയ ഷർട്ടും നല്ല ടീഷർട്ടും നല്ല ജീൻസ് ഒക്കെ എന്നെ ധരിപ്പിക്കണം നിങ്ങൾ പറയുമോ? പറയത്തില്ല. അക്കാലഘട്ടത്തിൽ നിങ്ങളുടെ ശരീരഘടനയ്ക്ക് ഒത്ത കുപ്പായമായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടെ വളർന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു ഷർട്ടും ഒരു നിക്കറും ധരിപ്പിച്ചു. നിങ്ങൾ ഒരിക്കലും ഇന്ന് പറയത്തില്ല, ഉമ്മ എന്തിനാ അന്ന് ഇങ്ങനെയുള്ള നിക്കറും ഇങ്ങനെയുള്ള ഉടുപ്പും ഒക്കെ ധരിപ്പിച്ചത്. വീണ്ടും നിങ്ങൾ വലുതായപ്പോൾ എന്ത്? നിങ്ങളെ പാൻറ് ധരിപ്പിച്ചു, ഷർട്ട് ധരിപ്പിച്ചു. ഇങ്ങനെ നിങ്ങളുടെ പൊക്കം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ പാൻറിന്റെയും ഷർട്ടിന്റെയും അളവ് കൂടിക്കൊണ്ടേ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വളർച്ച നിലച്ചു. പിന്നെ നിങ്ങൾ ഇനി ഒരു നൂറ്റാണ്ട്, ഒരു പതിറ്റാണ്ട്, 10 പതിറ്റാണ്ട്, 10 നൂറ്റാണ്ട് ജീവിച്ചാലും നിങ്ങളുടെ ഈ ഷർട്ടിന്റെ അളവ് ഇതുപോലെ തന്നെ. മനസ്സിലായോ മക്കളെ? ഇതുപോലെ ആദം നബി അലൈഹിസ്സലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുട്ടിത്വത്തിന്റെ ആളായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന് വേണ്ടുന്ന ശരീഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് നൽകി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലമായപ്പോൾ ബുദ്ധിപരമായി മനുഷ്യൻ വീണ്ടും വികാസം പ്രാപിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന് അക്കാലഘട്ടത്തേക്ക് വേണ്ടുന്ന ശരീഅത്ത് നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലമായപ്പോൾ ബുദ്ധിപരമായി മനുഷ്യൻ വീണ്ടും വികാസം പ്രാപിച്ചു.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തേക്ക് വേണ്ടുന്ന ശരീഅത്തുമായി മൂസാ നബി അലൈഹിസ്സലാമിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സുഹൂഫുകൾ നൽകി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലമായപ്പോൾ മനുഷ്യൻ ബുദ്ധിപരമായി വീണ്ടും വികാസം പ്രാപിച്ചു. അക്കാലഘട്ടത്തേക്ക് വേണ്ടുന്ന ശരീഅത്ത് അല്ലാഹു മൂസാ പ്രവാചകനിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ ബുദ്ധിപരമായി മനുഷ്യൻ വീണ്ടും വികാസം പ്രാപിച്ചു. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് വേണ്ടുന്ന ശരീഅത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്. നബി തങ്ങൾ ഈ ലോകത്തിന് തുടക്കം ഉണ്ടെങ്കിൽ ഒരു അന്ത്യം പോണില്ലേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? അന്ത്യപ്രവാചകനായി അല്ലാഹു നബി തങ്ങളെ അയച്ചു. അതുകൊണ്ട് ഇനി ഒരു പ്രവാചകനില്ല, ഇനി ഒരു കിതാബില്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിന് ലോകത്തുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ ശരീഫ്. എന്നിട്ട് മൗലാന രണ്ടായത്ത് ഓതി, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിറഅതൻ വമിൻഹാജാ. നിങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ ശരീഅത്തുകളും വ്യക്തമായ മാർഗരേഖകളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആനെ കുറിച്ച് അല്ലാഹു പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം റാ കിതാബുൻ ഫുസ്സിലത് ആയ ഉഹ്കിമത് ആയാതുഹു ثم فصلت من لدن حكيم خبير. ആയത്ത് ശരിയല്ലേ ഓതിയത്? ശരി എന്നടെ ഓതിയത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഈ ഖുർആനിന്റെ പ്രത്യേകത, ഈ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ആശയ സമ്പുഷ്ടമാക്കപ്പെട്ടിരിക്കുകയാണ്. ചെറിയ ആയത്തുകളാണെങ്കിലും ധാരാളം ഉള്ളടക്കങ്ങൾ അടക്കം ചെയ്തു. ഖുർആൻ അവതരിക്കുന്ന വേളയിൽ സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വാഹനം ഏതാണ്? പറയും. ഒട്ടകം. നിങ്ങൾ വൽഖൈല ലിതർകബൂഹ വസീന. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അന്ന് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. ലിതർകബൂഹ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇതൊക്കെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വയഖ്ലുഖു, അല്ലാഹു യാത്ര ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കും മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഇലക്ട്രിക് വാഹനങ്ങൾ. ബസ്സാകട്ടെ, കാറാകട്ടെ, അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന വിമാനങ്ങളാകട്ടെ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആശയ സമ്പുഷ്ടമാക്കപ്പെട്ടിരിക്കുന്ന ആയത്തുകളാണ്. ഏത് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ആധുനിക നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ബുദ്ധിപരമായും ശാസ്ത്രീയമായും മനുഷ്യൻ എത്ര വികാസം പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും തത്വങ്ങൾ ഖുർആനെതിരായിട്ടുണ്ടോ? ഇല്ല. ഇന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനമായി ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്, അല്ലേ? മഹാസ്ഫോടന സിദ്ധാന്തം. ഞാൻ ശാസ്ത്രമൊന്നും വിശദീകരിക്കുന്നില്ല, ഒരു സേവനത്തിലായത്തങ്ങളുണ്ടോ? അവലം യറല്ലദീന കഫറൂ അന്ന السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. أولم ير الذين كفروا, എന്തേ നിഷേധികൾ ചിന്തിക്കാത്തത്? അന്ന السماوات والأرض كانتا رتقا, തീർച്ചയായും ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു. നാമാണ് അവകളെ വേർപെടുത്തിയത്. ഇത് ബിഗ് ബാങ് തിയറി എന്ന് പറയും, മഹാസ്ഫോടന സിദ്ധാന്തം. 1931 ബെൽജിയത്തിലെ അംബി ജോർജ് സ്ലോമൈറ്റർ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ കണ്ടെത്തലിലെത്തിയത്. എത്ര വർഷമായി? ഒരു നൂറ്റാണ്ട് വരെയായി. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് എന്താണ് ഗാലക്സി എന്ന് അറിഞ്ഞുകൂടാതിരുന്ന ഒരു നൂറ്റാണ്ടിൽ അവതരിച്ച ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുക. അതുകൊണ്ടാണ് പറഞ്ഞത് കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഇതിന്റെ ആയത്തുകൾ ആശയ സമ്പുഷ്ടമാക്കപ്പെട്ടതാണ്. സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ
പിന്നീട് അല്ലാഹുവിൽ നിന്ന് തന്നെ ഇതിനെ വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. ബുദ്ധിമാന്മാര് പറഞ്ഞ തോബ തോബ, തീർച്ചയായും പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇൽമോടുകൂടി ദഅവത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യമാണെങ്കിലും അതിന് മറുപടി നൽകും. കാരണം ഹദീസിൽ വരുന്നുണ്ട്, ദഅവത്തിന്റെ ഈ പരിശ്രമം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വഹീന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ദഅവത്തിന്റെ ഈ പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ വഹീന്റെ ബറക്കത്ത് നമുക്ക് കിട്ടും, ഖുർആനിന്റെ ബറക്കത്ത് കിട്ടും, ഹദീസിന്റെ ബറക്കത്ത് കിട്ടും. അതുകൊണ്ട് നല്ല നിലയിൽ നമ്മൾ ഇൽമു പഠിക്കണം, നല്ലതുപോലെ അമൽ ചെയ്യണം. പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഫിലോസഫി പോലെ പറയാനുള്ളതല്ല, നമ്മുടെ ജീവിതം അമലായി തീരണം. നമ്മളിലേക്ക് ദീൻ വന്ന മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അവർ തദ്രീസിന്റെ മേഖല, മറ്റൊരു ഭാഗത്ത് തസ്രീഫിന്റെ മേഖല, മറ്റൊരു ഭാഗത്ത് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി ദഅവത്തിന്റെ മേഖല. എന്നാൽ അവരുടെ അധികം പേരുടെയും ജീവിതം രാത്രിയെല്ലാം നമസ്കാരം, പകലെല്ലാം നോമ്പ്. ഇതാ നമ്മൾ കേൾക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ല, അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ഏതാണ്? നിങ്ങൾ പഠിച്ചവർ പറഞ്ഞാൽ മതി. റിയാദു സാലിഹീൻ അല്ലേ, ശറഹുൽ മുഹദ്ദബൊക്കെ അദ്ദേഹം വിഖ്യാതമായ ഇമാം മുസ്ലിം റഹിമഹുല്ല എഴുതിയ സഹീഹ് അദ്ദേഹം ഹാഷി ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയും ഫത്ഹുൽ മുലീം ഭയങ്കര ശറഹാണ്. ഞാൻ ചോദിച്ചു ശറഹ് മുസ്ലിം എന്താ? അത് കുറച്ചല്ലേ ഉള്ളൂ. ശറഹ് മുസ്ലിം അതിൻ്റെ നുസ്ഖയുടെ രീതിയാണ്. ഈ 10 കൊല്ലം എഴുതിയ ആ പണ്ടിങ്ങൾ എഴുതിയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 20 വാടിയും വേണ്ടി വരും ശറഹ് മുസ്ലിം. ഒന്ന് വായിച്ചു നോക്കണം, 1-2 ഹദീസൊക്കെ വായിച്ചു നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഇമാം നവവി റഹിമഹുല്ല 49 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ഒരു കിതാബുണ്ട്, അബ്ദുൽ ഫത്താഹ് അബൂ ബുദ്ദയുടെ കിതാബ്, സഫ്ഹാത്തുൻ മിൻ സബ്റിൽ ഉലമാ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കണം. അതിൽ അദ്ദേഹം ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറെ ഭാഗം എടുത്തിരിക്കുന്നു. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. അൽ ഉലമാഉൽ ഉസ്സാബ് അല്ലദീന ആഥറുൽ ഇൽമ അല സിവാജ്. അൽ ഉലമാഉൽ ഉസ്സാബ്, ബ്രഹ്മചര്യം സ്വീകരിച്ച പണ്ഡിതന്മാർ, അവര് വിവാഹത്തെക്കാൾ ഇൽമിനെ ഇഷ്ടപ്പെട്ടു. അതിലേത മഹാനാണ്? ഇമാം നവവി, ഇമാം ഫറാദ്, ഇബ്നു ജരീർ തബരി. ഇബ്നു ജരീർ തബരിയാണ് ലോകത്താദ്യമായി തഫ്സീർ എഴുതി. ജാമിഉൽ ബയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേര്. 30 വാള്യങ്ങളുള്ള തഫ്സീറാണ്. അതിനുശേഷമുള്ള മുഴുവൻ തഫ്സീറുകളും ഇബ്നു ജരീർ തബരി അവലംബമാക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ സേവനം ചെയ്തതുകൊണ്ടാണ്, സന്യാസി ആയതുകൊണ്ടാണ്. നിങ്ങളുടെ സന്യാസി ആവണമെന്നല്ല ഞാൻ പറയുന്നത്. സഫ്ഹാത്തുൻ മിൻ സബ്റിൽ ഉലമ, ഉലമാക്കൾ ചെയ്ത ധാരാളം സബ്ർ, അതിൽപ്പെട്ട ഒരു സബ്റാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വികാര വിചാരങ്ങളെ ആത്മനിയന്ത്രണത്തിന് വിധേയമാക്കി ഇൽമിന് വേണ്ടി അവർ ജീവിതം കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഫിലോസഫി പോലെ പഠിക്കാണ്ടല്ല. എന്ന് പഠിക്കുകയിൽ വളരെ എളുപ്പമാണ്, ഫെസിലിറ്റി സൗകര്യം കൂടുതൽ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കറങ്ങി നടക്കാന്നുള്ള ചിന്ത, ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രത്യേക ലോകം. ആരും അങ്ങനെ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ അതേന്ന് പറഞ്ഞിട്ട് മുഴുകിയിരുന്ന അയാൾക്ക് വട്ടാണെന്ന് പറയും. ഇന്നത്തെ കാലം അയാൾക്ക് മനസ്സിലായിട്ടില്ല, അയാൾ ഇങ്ങനെ ജീവിക്കുക പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെയായിരുന്നു മുത്തഖദ്ദിമീങ്ങളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, അമൽ ചെയ്യണം, നല്ല നിലയിൽ അമൽ ചെയ്യണം. ഞാനൊരു സംഭവം പറയാം. എൻ്റെ അടുത്തൊരു ആലിം ഇപ്പം നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നജ്മുൽ ഹുദയിൽ നിന്ന് പാരിലായ അദ്ദേഹം നമ്മുടെ ഹൈദരാബാദിൽ ഖാലിദ് സൈഫുള്ള ദാമത്ത് ബർക്കാത്തുള്ള അടുക്ക് 2 വർഷം ഇഫ്താഹിന് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് മദ്രസയിൽ വരപ്പെടും, ഞങ്ങൾ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഉസ്താദ് കുറേ ചരിത്രങ്ങൾ പറയുന്നുണ്ടാണ്. ഞാൻ പറഞ്ഞത് ഈ പ്രാസംഗികരെ കുറിച്ച് ഹദീസിൽ വന്നിരിക്കുന്നതല്ല, ഖസ്സാസ് എന്ന്. അതിൽ നന്മയും പറഞ്ഞിട്ടുണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ടും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചോളൂ. മിഷ്കാത്തിലുണ്ട്, ഇയായിലുണ്ട്. ഇന്ത്യയിൽ വലിയൊരു ആത്മീയ ആചാര്യനുണ്ടായിരുന്നു, ഖാജ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹിമഹുല്ലാഹ്. മഹാനവറുകളുടെ ധാരാളം മുരീദന്മാരുണ്ട്. മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട ഖുത്ബുദ്ദീൻ ഐബക്, ഖുതുബ് മീനാറിന്റെ സ്ഥാപകൻ ഖാജ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹിമഹുല്ലാഹ് വഫാത്തായി. ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി. എല്ലാവരും ഒരുമിച്ചുകൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസി ഒരു ഉയരം കൂടിയ ഭാഗത്ത് കയറി നിന്നിട്ട്
ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹിമഹുല്ലാന്റെ വസിയ, 4 ഗുണങ്ങളുള്ള ആളായിരിക്കണം ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ ഇമാമായി നിസ്കരിക്കേണ്ടത്. 1, ജീവിതത്തിൽ ഒരിക്കലും അവ്വൽ തക്ബീർ നഷ്ടപ്പെട്ടു പോകാത്തയാണ്. 2, ജീവിതത്തിൽ ഒരിക്കലും തഹജ്ജുദ് ഖളാ ആകാത്ത ആള്. 3, ജീവിതത്തിൽ ഒരിക്കലും റവാത്തിബിന്റെ സുന്നത്തുകളും ഫർദിന് മുമ്പും പിമ്പും ഉള്ള സുന്നത്തുകളും നഷ്ടപ്പെട്ടു പോകാത്താണ്. എത്രത്തോളം അസറിന് മുമ്പുള്ള സുന്നത്ത് പോലും നഷ്ടപ്പെട്ടു പോകും. 4, ജീവിതത്തിൽ ഒരിക്കലും ഹറാമായ നോട്ടത്തിലേക്ക് കണ്ണ് ചലിപ്പിക്കാത്തയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിക്കുകയും 4 ഗുണങ്ങളുള്ളത് ആരാണ്? എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുമ്പോൾ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ശംസുദ്ദീൻ തമസ്സു എന്ന് പറയുന്ന ചക്രവർത്തി മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കിയുടെ മുഖത്ത് നിന്നും ആ പുതപ്പ് മാറ്റിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ജീവിതത്തിൽ മാത്രമുണ്ടായിരുന്ന രഹസ്യം പരസ്യമാക്കിയിട്ട് പോയിരിക്കുകയാണ്. അള്ളാഹുവിൽ സത്യമായി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അവ്വൽ തക്ബീർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അള്ളാഹുവിൽ സത്യമായി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് തഹജ്ജുദ് ഖളാ ആയി പോയിട്ടില്ല. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ജീവിതത്തിൽ ഒരിക്കലും ഫർദിന് മുമ്പും പിമ്പുള്ള സുന്നത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ കണ്ണുകൊണ്ട് ഒരു ഹറാമായ കാര്യം ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ജനാസയ്ക്ക് ഇമാമായി നമസ്കാരം നൽകി. ശംസുദ്ദീൻ തമസ്സു ആരാണ്? ഖുതുബുദ്ദീൻ ഐബക്കിന്റെ മകളുടെ ഭർത്താവാണ്. ഖുതുബുദ്ദീൻ ഐബക്കിന് ശേഷം ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി. അദ്ദേഹത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത്രയും വലിയ ചക്രവർത്തി അദ്ദേഹം സിംഹാസനത്തിലായിരുന്നിട്ട് കൂടി ജീവിതത്തിൽ അവ്വൽ തക്ബീർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മൾ കാല റസൂൽ പറയുന്നതിന്റെ ഇടയിലാണ് കഴിയുന്നത്. എത്ര ദിവസം നമുക്ക് താഴ്ച കിട്ടാറുണ്ട്? നാട്ടിൽ പോയി കഴിഞ്ഞാൽ വാപ്പയും ഉമ്മയും എത്ര കഷ്ടപ്പെട്ട സുബഹിക്ക് പള്ളിയിലെത്തിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അമൽ ചെയ്യണം. ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പ്രതിഫലിപ്പിക്കണം, കുടുംബത്തിൽ പ്രതിഫലിപ്പിക്കണം, നാട്ടിൽ പ്രതിഫലിപ്പിക്കണം, ലോകം മുഴുവൻ ഇക്കാര്യം പ്രതിഫലിപ്പിക്കണം. അതിന്റെ പേര് ദഅവത്ത്. നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി നമ്മുടെ വീട്ടിലെ 100% ആൾക്കാർ നിസ്കാരക്കാരാവണം, ശരീഅത്ത് പാലിക്കുന്നവരാകണം. നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും നിസ്കാരക്കാരാകണം, ശരീഅത്ത് പാലിക്കുന്നവരാകണം. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ദീനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ എടുത്തോണ്ട് വീട്ടിൽ പോയല്ലേ ചെയ്യേണ്ടുന്നത്? എത്ര പേര് പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാത്തത്? റമദാൻ കഴിഞ്ഞപ്പോൾ നിസ്കാരം ഉപേക്ഷിച്ചു. വീടാന്തോറും കയറി ഇറങ്ങി അവധി സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും ഈ ദഅവത്തിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. തീർച്ച നിങ്ങൾ ഈ പഠനകാലത്ത് ഒഴിവ് സമയത്ത് നിങ്ങൾ ആരെയൊക്കെ ദഅവത്ത് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ദീനിൽ വന്നിട്ടുണ്ടാവും. എന്റെ ജീവിതത്തിലല്ലോ ഒഴിവ് സമയത്ത് ഞാൻ നാട്ടിൽ അന്നൊന്നും തമിഴിയാരൊന്നുമില്ല. ഒറ്റയ്ക്ക് എന്തെയും വീടുകളിൽ പോകും, കുടുംബങ്ങളിൽ പോകും. അന്നൊന്നും നിസ്കാരവും ഇല്ല, പള്ളിയില്ല, ജുമയില്ല. അൽഹംദുലില്ലാഹ് ദഅവത്ത് ചെയ്ത മുഴുവൻ ആൾക്കാർ ഇന്ന് ഹജ്ജ് ചെയ്ത് നമസ്കാരക്കാരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദഅവത്തിന്റെ ഈ പരിശ്രമം നമ്മുടെ എല്ലില്, നമ്മുടെ മാംസത്തില്, നമ്മുടെ മജ്ജയില്, നമ്മുടെ അസ്ഥിയില്, നമ്മുടെ ഞരമ്പില്, നമ്മുടെ രക്തത്തിലൊക്കെ ഓടാൻ വേണ്ടിയാണ്. അള്ളാന്റെ ദീനിന്റെ വഴിയിലുള്ള നഖലോ ഹറക്കത്ത് 1 വർഷം, 2 വർഷം, 3 വർഷം, ഒഴിവ് സമയങ്ങളിൽ 40 ദിവസം അള്ളാന്റെ ദീനിന്റെ വഴിയിൽ ഗ്രാമങ്ങളിൽ, തീരദേശ പ്രദേശങ്ങളിൽ, മലമ്പ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ ഇറങ്ങി മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചുറ്റി സഞ്ചരിക്കുമ്പോഴാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ അറിയാൻ കഴിയുന്നത്. ഇവിടെ തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് പുറപ്പെടും. ഇൻഷാ അല്ലാഹ് പഠനം പൂർത്തിയായിട്ട് 1 വർഷമൊക്കെ പോകും. എന്താണെങ്കിലും ഈ റമദാനിൽ എല്ലാവരും 40 ദിവസം പോകണം എന്ന് പറയുന്നത്. ഒന്ന് എഴുന്നേറ്റ്